അങ്ങനെ കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. ഈ പ്രാവശ്യം പോകുന്നത് ട്രെയിനിലാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ജനശതാബ്ദി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സീറ്റെല്ലാം കണ്ടുപിടിച്ചു, അവിടെ സെറ്റിലായി. അച്ഛൻ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നേ. അച്ഛൻ വാങ്ങിച്ചു കൊടുത്തത് എന്തോ ജെംസോ എന്താ അറിയില്ല, ഒരു ടോയിൻ്റെ ഷേപ്പിലുണ്ട്, അതിൽ എന്തോ ജെംസ് ഉണ്ട്. പിന്നെ വെള്ളവും ലേസും വാങ്ങിച്ചു വന്നു. അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പം ആൾക്കാരൊക്കെ വന്ന് സീറ്റിൽ എല്ലാവരും സെറ്റിലായി. അങ്ങനെ ഇതാ നമ്മളെ ട്രെയിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ ഐസ്ക്രീം വന്നു. ഞാനൊന്നും കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐസ്ക്രീമൊന്നും കൊണ്ടുവരത്തില്ലായിരുന്നു കേട്ടോ ട്രെയിനിൽ. ഇപ്പം ഐസ്ക്രീമൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഇപ്പോൾ എത്തിയത് ഷൊർണൂർ സ്റ്റേഷനിലാണേ. കുഞ്ഞിന് കോഫി വേണമെന്ന് പറഞ്ഞു. ട്രെയിനിലുള്ള കോഫിയും ടീയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു വിൻഡോ ആ സൈഡിലൂടെ നോക്കിയാൽ മതി കോഫി വരുന്നു. അങ്ങനെ ഒരു കോഫി വാങ്ങിച്ചു, അതൊക്കെ കുടിച്ചു. ആൾ നല്ല ഹാപ്പി ആയിട്ടാണ്, ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇത് നമ്മുടെ ഭാരതപ്പുഴയാണ്. അവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, കുറേ വർക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പാലത്തിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയല്ലേ, എന്താണെന്നറിയില്ല. എനിക്ക് ടെൻഷനാണോ സന്തോഷമാണോ, ഇടയ്ക്ക് തോന്നും ഈ പാലം കഴിയരുതേ എന്ന് ട്രെയിൻ പോകുമ്പം. പിന്നെ വിചാരിക്കും ഒരുപാട് പോകുമ്പം ഭയങ്കര ടെൻഷനുമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് കൊടുത്തു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പിസ്തയും ബദാമും പിന്നെ കാഷ്യൂ ഒക്കെ മൂപ്പര് കഴിച്ചോളും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പം ഓരോരോ കളികൾ കാണിക്കാൻ. പക്ഷേ എന്താണെന്നറിയില്ല, ഇത് തലതിരിഞ്ഞാണ് കിട്ടിയത്. സെൽഫി മോഡിലാണ് തോന്നുന്നു ഞാൻ എടുത്തത്. അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അല്ലേ ഇത്, അതിലേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എറണാകുളം എത്താറായി. പോകുമ്പം സാധാരണ ഞങ്ങൾ എപ്പോൾ എറണാകുളം പോകുമ്പോഴും ഈ ഒരു സൈഡ് തന്നെയാണ് നമുക്ക് കിട്ടാറ്. അതുകൊണ്ട് കുറേ പ്ലെയിനൊക്കെ കാണാറുണ്ട്. ഇപ്പം റൺവേയിൽ ഒരു പ്ലെയിൻ ഇരിപ്പുണ്ട് തോന്നുന്നു കേട്ടോ. പ്ലെയിൻ തന്നെ ഉണ്ട്. അപ്പം അതൊക്കെ കുഞ്ഞിന് കാണിച്ചു കൊടുത്തു. ഞങ്ങളിതാ എറണാകുളം എത്തി. അപ്പം എറണാകുളം എത്തിക്കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ അച്ഛനുണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. നല്ല ഹാപ്പിയായി. അങ്ങനെ നമ്മൾ ആ ട്രെയിനിന് ടാറ്റ കൊടുത്തു. ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത് ട്രെയിൻ. അപ്പം ട്രെയിനിന് ടാറ്റ ബൈ കൊടുത്തിട്ട് നമ്മൾ റൂമിൽ പോയി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല പൊതിച്ചോറുണ്ടായിരുന്നു, നല്ല ചമ്മന്തിയും ഉപ്പേരിയും അച്ചാറും ചിക്കനും എല്ലാം. അതെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. ടാറ്റ ബൈ, സീ യു.